विश्वजनीनं विश्वदमन्दं विश्रुतमामि विद्यालयम् अक्षरम् अग्नियाय अमृतिൽ നിന്നമൃതായി പകരുന്ന നന്മയാം വിദ്യാലയം സെന്റ് സെബാസ്റ്റ്യൻ വിദ്യാലയം ഇത് സെന്റ് സെബാസ്റ്റ്യൻ. Hi everyone, welcome back to Saban's English Club. Hope you have gone through our last class and practiced it very well. ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മൾ കാണാൻ പോവുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഹൗ ടു ആസ്ക് ഫോർ ഹെൽപ്പ്, എങ്ങനെ മറ്റൊരാളോട് സഹായം ചോദിക്കാം എന്നായിരുന്നു കണ്ടത്. ഈ ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന ഹൗ ടു ഓഫർ ഹെൽപ്പ്, മറ്റൊരാളെ നമുക്ക് എങ്ങനെ സഹായിക്കാം, എങ്ങനെ നമ്മൾ നമ്മുടെ സഹായം അവർക്ക് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കും, അതിന് ഏതെല്ലാം ടേംസാണ്, സ്ട്രക്ചറുകളാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നാണ് നമ്മൾ ഈ ആഴ്ചത്തെ ക്ലാസ്സിൽ കാണാനായിട്ട് പോകുന്നത്. ആദ്യമേ നമ്മൾ എപ്പോഴും സാധാരണ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് ഐ വിൽ എന്നുള്ള സ്ട്രക്ചർ. ഐ വിൽ ചേർത്ത് നമുക്ക് പറയാം ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കാം, ഐ വിൽ ഹെൽപ്പ് യു. ഓർ യു ക്യാൻ സേ ഐ വിൽ ഹെൽപ്പ് യു ഇഫ് യു ലൈക്ക്, താങ്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഓർ ഐ വിൽ ഡു ഇറ്റ് ഫോർ യു, ഐ വിൽ ഡു ഇറ്റ് ഫോർ യു, നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണല്ലേ, ഐ വിൽ ഡു ഇറ്റ് ഫോർ യു. ഐ വിൽ ബി ഗ്ലാഡ് ടു ഹെൽപ്പ് യു ഇഫ് യു നീഡ് ഇറ്റ്, അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ 4 രീതിയിലുള്ള ശൈലികൾ ഐ വിൽ ചേർത്ത് നമുക്ക് ഒരുമിച്ചൊന്ന് പറഞ്ഞു നോക്കാം. സപ്പോസ് ഇഫ് യു വാണ്ട് ടു ഓഫർ യുവർ ഹെൽപ്പ് ടു സമ്മൺ, യു ക്യാൻ സേ സിംപ്ലി ദ മോസ്റ്റ് കോമൺ എക്സ്പ്രഷൻ ഈസ് ഐ വിൽ ഹെൽപ്പ് യു. നമ്മളെല്ലാവരും സാധാരണ പറയുന്നത്, കുറച്ചുകൂടി വ്യത്യസ്തമായതിനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. ഐ വിൽ ഹെൽപ്പ് യു ഇഫ് യു ലൈക്ക്, താങ്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ താങ്കളെ സഹായിക്കാം. ഐ വിൽ ഡു ഇറ്റ് ഫോർ യു, ഐ വിൽ ഡു ഇറ്റ് ഫോർ യു, ഞാൻ താങ്കൾക്ക് വേണ്ടി ഇത് ചെയ്യാം. ഐ വിൽ ബി ഗ്ലാഡ് ടു ഹെൽപ്പ് ഇഫ് യു നീഡ് ഇറ്റ്, താങ്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് താങ്കളെ സഹായിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഐ വിൽ ബി ഗ്ലാഡ് ടു ഹെൽപ്പ് ഇഫ് യു നീഡ് ഇറ്റ്. ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു എക്സ്പ്രഷനാണ് ക്യാൻ ചേർത്തുള്ളത്. ക്യാൻ ഐ ഹെൽപ്പ്, വെരി സിംപ്ലസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ക്യാൻ ഐ ഹെൽപ്പ്. ക്യാൻ ഐ ഹെൽപ്പ് യു, എനിക്ക് താങ്കളെ സഹായിക്കാൻ കഴിയുമോ? ക്യാൻ ഐ ഗിവ് യു എനി ഹെൽപ്പ്, ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ക്യാൻ ഐ ഹെൽപ്പ്, ക്യാൻ ഐ ഹെൽപ്പ് യു, ക്യാൻ ഐ ഗിവ് യു എനി ഹെൽപ്പ്. ഇതേപോലെ തന്നെ നമുക്ക് ഷാൾ ചേർത്തും ഉപയോഗിക്കാം. ഷാൾ ഐ ഹെൽപ്പ് യു, ഷാൾ ഐ ഹെൽപ്പ് യു ഇഫ് യു നീഡ്, ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് സെൻറ്റൻസുകളെ ഫ്രെയിം ചെയ്യാം. ഷാളയും ക്യാനയും നമ്മൾ ചേർക്കുമ്പോൾ അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് വേർബായിരിക്കും. ക്യാൻ ഐ, നെക്സ്റ്റ് വേർഡ് ഈസ് വേർബ്, ഹെൽപ്പ്. ക്യാൻ ഐ ഡു ഇറ്റ്, ഡു. യു സി, ക്യാൻ ഐക്ക് ശേഷം അല്ലെ ഷാലയ്ക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് ക്രിയാപദത്തെ ആയിരിക്കും. ആ ഒരു സ്ട്രക്ചർ ഒന്ന് മനസ്സിൽ വയ്ക്കുക. സോ ക്യാൻ ഐ ഹെൽപ്പ് ടു ഡു ദിസ് വർക്ക്, ക്യാൻ ഐ ഹെൽപ്പ് ടു ക്യാരി ദിസ് ലഗേജ്, ക്യാൻ ഐ ഹെൽപ്പ് ടു ക്ലീൻ ദിസ് റൂം. അങ്ങനെ ഡിഫറെൻറ്റ് വേയിൽ നമുക്ക് നമ്മുടെ സഹായം അങ്ങോട്ടേക്ക് ഓഫർ ചെയ്യാം. ഇനി മറ്റൊരു ശൈലിയാണ് ഡു ചേർത്തുള്ളത്. ഡു യു നീഡ് എനി ഹെൽപ്പ്, ഡു യു നീഡ് എനി ഹെൽപ്പ്. ഡു യു വാണ്ട് മീ ടു ഹെൽപ്പ് വിത്ത്, ഡു യു വാണ്ട് മീ ടു ഹെൽപ്പ് വിത്ത്. ഡു യു വാണ്ട് മീ ടു ഹെൽപ്പ് വിത്ത് ദിസ് വർക്ക്, ഡു യു വാണ്ട് മീ ടു ഹെൽപ്പ് വിത്ത് ഡൂയിങ് ദ ഹോംവർക്ക്. ഇങ്ങനെ വ്യത്യസ്ത രീതികളിൽ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങളെ കൂട്ടിച്ചേർത്ത് ഡു യു വാണ്ട് മീ ടു ഹെൽപ്പ് വിത്ത് എന്ന സ്ട്രക്ചർ ഉപയോഗിക്കാം. അപ്പോൾ ഡു യു നീഡ് എനി ഹെൽപ്പ്, ഡു യു വാണ്ട് മീ ടു ഹെൽപ്പ് വിത്ത്, അത് രണ്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ലെറ്റ് ചേർത്തുള്ളത്. ലെറ്റ് മീ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ സഹായിച്ചോട്ടെ, ലെറ്റ് മീ ഹെൽപ്പ് യു. പിന്നെ കുറച്ചുകൂടി പൊളൈറ്റായിട്ട് പ്ലീസ് ലെറ്റ് മീ ഹെൽപ്പ് യു, ദയവായി ഞാൻ നിന്നെ സഹായിക്കട്ടെ. ലെറ്റ് മീ ക്യാരി യുവർ ലഗേജ്, ലെറ്റ് മീ ഹെൽപ്പ് യു ടു ക്ലീൻ ദിസ് റൂം. ഇങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണോ അതവിടെ കൂട്ടി ചേർക്കാം. സോ ദ നെക്സ്റ്റ് സ്ട്രക്ചർ ദാറ്റ് യു ക്യാൻ യൂസ് ഈസ് ലെറ്റ്. അപ്പോൾ നമ്മളതൊക്കെ കണ്ടു. വില്ല്, ക്യാന്, ഷാള്, ഡു. നൗ ഇറ്റ് ഈസ് ലെറ്റ്. Then another important one that you often use is could. Could I give you a hand with it? Could I give you a hand with it?
എന്ന് പറഞ്ഞാൽ ഞാനൊരു കൈത്താങ്ങ് നിനക്ക് തരട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഹെൽപ്പാണ്. നമ്മൾ ആമുഖ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു. ഗീവ് എ ഹാൻഡ് മീൻസ് ഗീവിങ് ഫിസിക്കൽ ഹെൽപ്പാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ കുഡ് ഐ ഗീവ് യു എ ഹാൻഡ് വിത്ത് ഇറ്റ്? കുഡ് ഐ ഗീവ് യു എ ഹാൻഡ് വിത്ത് ക്ലീനിങ് ദിസ് റൂം? ലൈക്ക് ദാറ്റ് യു ക്യാൻ ആസ്ക്. ഇനി വുഡ് ചേർത്ത് നമുക്ക് അതേപോലെ പറയാം. വുഡ് യു ലൈക്ക് മീ ടു ക്ലോസ് ദ ഗേറ്റ്? വുഡ് യു ലൈക്ക് മീ ടു ക്ലോസ് ദ ഗേറ്റ്? ഞാൻ ഈ ഗേറ്റ് അടയ്ക്കണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? താങ്കൾ ഇഫ് യു വാണ്ട് ഐ വിൽ ക്ലോസ് ദ ഗേറ്റ് എന്നുള്ളതാണ്. പക്ഷേ കുറച്ച് ആലങ്കാരികമായിട്ട് നല്ല സ്റ്റൈലിസ്റ്റിക് ആയിട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. വുഡ് യു ലൈക്ക് മീ ടു ക്ലോസ് ദി ഗേറ്റ്? വുഡ് യു ലൈക്ക് മീ ടു ക്യാരി ദിസ് ലഗേജ്? വുഡ് യു ലൈക്ക് മീ ടു ബ്രിങ് ദ നോട്ട് ബുക്ക്? In such a way you can make number of sentences by using would you. Then as I said, shall I ആണ്. Shall I see if I can help you? Shall I see if I can help you? Shall I വില്ലയും ഒരു ഇതിലാണ്. സോ shall I see if I can help you? ഞാൻ നോക്കട്ടെ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമോ എന്ന്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് വേസ് ടു ഓഫർ ഹെൽപ്പ്. പലപ്പോഴും നമ്മൾ അങ്ങോട്ടേക്ക് സഹായം ചോദിക്കുന്നുണ്ട് കൂടത്തിൽ വല്ലപ്പോഴെങ്കിലുമൊക്കെ അങ്ങോട്ടൊന്ന് സഹായിക്കാം എന്ന് പറയാനും കൂടെ നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ഐ വിൽ ഹെൽപ്പ് യു എന്നുള്ള സ്ട്രക്ചറാണ് എല്ലാവരും പലപ്പോഴും പറയാറുള്ളത്. പക്ഷേ ഇത്തിരി വ്യത്യസ്തമായ രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. ഐ വിൽ ഹെൽപ്പ് യു, ഐ വിൽ ഹെൽപ്പ് യു ഇഫ് യു ലൈക്ക്, ഐ വിൽ ഡു ഇറ്റ് ഫോർ യു, ഐ വിൽ ബി ഗ്ലാഡ് ടു ഹെൽപ്പ് ഇഫ് യു നീഡ് ഇറ്റ്, ക്യാൻ ഐ ഹെൽപ്പ് യു, ക്യാൻ ഐ ഗിവ് യു എനി ഹെൽപ്പ്, do you need any help, do you want me to help with, let me help you, please let me help you, let me carry your luggage, could I give you a hand with it, would you like me to do something for you, shall I see if I can help you. ഇങ്ങനെ പല പല ശൈലികൾ കുറേ നിങ്ങൾ പലതവണ ആവർത്തിച്ച് പറയുക. അപ്പോൾ ചിലത് നിങ്ങളുടെ സംസാരത്തിൻ്റെ ഭാഗമായിട്ട് വരും. അതിനെ നിങ്ങളുടെ ശൈലിയായിട്ട് മാറ്റുക. ഓക്കെ, നൗ വിൽ കം ടു അനദർ സെക്ഷൻ ഓഫ് ദ സെയിം തിങ്. നമ്മളിങ്ങനെ ചിലപ്പോൾ അങ്ങോട്ടേക്ക് സഹായം ചോദിക്കും. ചിലപ്പോൾ നമ്മളോട് ചിലപ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് സഹായം ചെയ്യണോ വേണോ എന്ന് ചോദിക്കും അല്ലേ. ഇപ്പോൾ ഒരാൾ സംബഡി ഈസ് ആസ്കിങ് ടു ഷാൽ ഐ ഹെൽപ്പ് യു ടു ഡു ദിസ് വർക്ക് എന്ന് ചോദിച്ചു. വാട്ട് ഷുഡ് ബി യുവർ റിപ്ലൈ? ഒരുപക്ഷെ നിങ്ങൾക്ക് അയാളുടെ സഹായം വേണ്ടായിരിക്കും. താങ്കളുടെ സഹായം എനിക്ക് വേണ്ട എന്ന് മുഖത്തടിച്ച് പറയുമ്പം അയാൾക്കൊരു വിഷമമാവും. സോ ഇംഗ്ലീഷ് ബീയിങ് എ ജെൻറ്റിൽമാൻസ് ലാംഗ്വേജ്, ദർ ഇസ് പൊളൈറ്റ് വേസ് ടു റിജക്റ്റ് ആൻഡ് ദർ ഈസ് പൊളൈറ്റ് വേസ് ടു അക്സെപ്റ്റ്. സോ മറ്റൊരാളുടെ സഹായത്തെ എങ്ങനെ സ്വീകരിക്കാം എന്നാണ് നമ്മൾ കാണുക. അതിന് വേണ്ട ഒന്ന് രണ്ട് ടേംസ് നമുക്കൊന്ന് കാണാം. അക്സെപ്റ്റിംഗ് ഹെൽപ്പ്, സഹായം സ്വീകരിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ്. ഐ വുഡ് ബി ഗ്ലാഡ് ടു ഇഫ് യു കുഡ്. ഐ വുഡ് ബി ഗ്ലാഡ് ഇഫ് യു കുഡ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് താങ്കൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് വലിയ സന്തോഷമാണ്. ഐ വുഡ് ബി ഗ്ലാഡ് ഇഫ് യു കുഡ്. ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു. സംബഡി ഈസ് ആസ്കിങ് യു ക്യാൻ ഐ ഗിവ് യു എനി ഹെൽപ്പ്? അപ്പോൾ നമ്മൾ പറയാണ് ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു. വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഐ ആം ഇൻ നീഡ് ഓഫ് യുവർ ഹെൽപ്പ്. സോ ദാറ്റ് വുഡ് ബി വെരി കൈൻഡ് ഓഫ് യു. Then you can say that would be very lovely. That would be very lovely. Yes, that's a beautiful expression. That would be very lovely. വളരെ സന്തോഷപ്രദമായ കാര്യമാണ്. താങ്ക് യു, ഐ വുഡ് ലവ് ടു. യെസ്, താങ്ക് യു, ഒരുപാട് നന്ദി, എനിക്ക് സന്തോഷമുള്ളൂ നിങ്ങൾ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞതിൽ. ഐ വുഡ് ലവ് ടു. ഓക്കെ, ഐ വുഡ് ബി ഡിലൈറ്റഡ് മറ്റൊരു എക്സ്പ്രഷനാണ്. ഐ വുഡ് ബി ഡിലൈറ്റഡ്, എനിക്ക് സന്തോഷമേ ഉള്ളൂ താങ്കൾ സഹായിക്കാമെന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഐ വുഡ് ബി ഡിലൈറ്റഡ്. ഐ വുഡ് ബി ഗ്ലാഡ് ഇഫ് യു വുഡ്. താങ്കൾ എന്നെ സഹായിക്കുമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഐ വുഡ് ബി ഗ്ലാഡ് ഇഫ് യു വുഡ് ഹെൽപ്പ് മീ ടു ഡു ദിസ് ഓർ ടു ഡു സോ ആൻഡ് സോ. ഓക്കെ, ദീസ് ആർ സം ഓഫ് ദി എക്സ്പ്രഷൻസ് ഫോർ അക്സെപ്റ്റിംഗ് സംബഡീസ് ഹെൽപ്പ്. അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് സഹായം ചെയ്യണോ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ അതിന് മറുപടി കൊടുക്കാം, സ്വീകരിക്കാം, അയാളുടെ സഹായം നമ്മൾ സ്വീകരിക്കാം. നമുക്കൊന്നുകൂടെ നോക്കാം. ഐ വുഡ് ബി ഗ്ലാഡ് ഇഫ് യു കുഡ്. എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെങ്കിൽ. ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു. ദാറ്റ് വുഡ് ബി ലവ്ലി. താങ്ക് യു, ഐ വുഡ് ലവ് ടു. ഐ വുഡ് ബി ഡിലൈറ്റഡ്. ഐ വുഡ് ബി ഗ്ലാഡ് ഇഫ് യു വുഡ്. These are the beautiful expressions to accept someone's offer of help. Practice it very well. ഇനി നമ്മൾക്കൊരാളുടെ സഹായം വേണ്ട എന്ന് കരുതുക. ഹൗ ടു റിജക്റ്റ് ഇറ്റ്. അതിനുള്ള ഡിക്ലൈനിങ് ഹെൽപ്പ്, എങ്ങനെ നമുക്ക് ഒരു ഓഫറിനെ വേണ്ട നിരാകരിക്കാം. സോ താങ്ക് യു, ദാറ്റ്സ് ഓക്കെ, നന്ദി, അത് പ്രശ്നമില്ല, ഞാൻ ചെയ്തോളാം. ദാറ്റ്സ് ഓക്കെ, താങ്ക്സ്, അങ്ങനെയും പറയാം. ദാറ്റ്സ് ഓക്കെ, താങ്ക്സ്. ഇറ്റ്സ് ഓക്കെ, താങ്ക്സ്, കുഴപ്പമൊന്നുമില്ല, ഐ വിൽ ഡു ഇറ്റ്, ഞാൻ തന്നെ ചെയ്തോളാം.
നോ താങ്ക് യു വേണ്ട. നോ താങ്ക് യു എന്ന് വളരെ അത് പറയുന്ന ഒരു രീതിക്കാണ് കേട്ടോ. നോ താങ്ക് യു എന്ന് കടുപ്പിച്ച് പറയുമ്പം ദ പേഴ്സൺ മേ ഗെറ്റ് അപ്സെറ്റ്. സോ ഇൻ എ പൊളൈറ്റ് വേസ് നോ താങ്ക് യു വേണ്ട എന്നുള്ള വളരെ പൊളൈറ്റായിട്ട് പറയാം. താങ്ക് യു ബട്ട് ഐ ക്യാൻ മാനേജ്, സഹായിക്കാമെന്ന് പറഞ്ഞ് നന്ദി, പക്ഷേ എനിക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. താങ്ക് യു ബട്ട് ഐ ക്യാൻ മാനേജ്. ഇൻ ഓൾ ദീസ് എക്സ്പ്രഷൻസ് യു ആർ റിജക്റ്റിംഗ് ദി ഓഫർ ഓഫ് ഹെൽപ്പ് ഡൺ ബൈ സമ്മൺ, ബട്ട് സീ ദ എക്സ്പ്രഷൻസ് യൂസ്ഡ് ഷോസ് നോ സച്ച് ഫീലിങ്സ് ഓഫ് റിജക്ഷൻ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഐ എം ഓൾ റൈറ്റ് താങ്ക് യു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഐ ക്യാൻ ഡു ഇറ്റ് ബൈ മൈ സെൽഫ്, താങ്ക് യു. ഡോണ്ട് ബോദർ, അത് കാര്യമാക്കണ്ട, അതൊക്കെ എനിക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ദീസ് ആർ സം ഓഫ് ദി എക്സ്പ്രഷൻസ് ടു ഡിക്ലൈൻ സമ്മൺസ് ഹെൽപ്പ്. ഷാൽ ഐ റിപ്പീറ്റ് the expressions once again? That's okay, thanks, it's okay, thanks, no thank you, thank you but I can manage, I am all right, thank you, don't bother. These are some of the beautiful expressions to decline someone's help. സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന്? ഓഫറിങ് ഹെൽപ്പ്, എങ്ങനെ നമുക്കൊരു സഹായം മറ്റുള്ളവർക്ക് ഓഫർ ചെയ്യാം, എങ്ങനെ ഒരാളുടെ സഹായത്തെ നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, എങ്ങനെ ഒരു സഹായത്തെ നമുക്ക് ഡിക്ലൈൻ ചെയ്യാം. അപ്പോൾ ഈ സെൻറ്റൻസുകൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക, പലയാവർത്തി വായിക്കുക, നോട്ട് ബുക്കിലേക്ക് എഴുതി വയ്ക്കുക, എന്നിട്ട് പലതവണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലത് നിങ്ങളുടെ സ്വന്തമായിട്ട് മാറും. ദാറ്റ് വുഡ് ബി യുവർ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ്. ഓക്കെ, ഡു പ്രാക്ടീസ് വെരി വെൽ അറ്റ് ഹോം. വി വിൽ മീറ്റ് വിത്ത് another topic in the next class. Goodbye.